ഞാനിങ്ങനെ ജീവിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു പരാജയമാണ്. ഒന്നിനും കൊള്ളാത്തവളാണ് ഞാൻ. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. ഒരിക്കലൊരു മകൻ പിതാവിനോട് ചെന്ന് പറയുകയാണ്, പപ്പ, ഒത്തിരി നാളുകളായില്ലേ നമ്മുടെ കാർ ഷെഡിൽ ഒരു കാറ് കിടക്കുന്നു. എത്രയോ ഒരു പഴഞ്ചൻ കാറാ, നമുക്കത് വിറ്റിട്ടൊരു പുതിയ വണ്ടി മേടിച്ചൂടെ? പല പ്രാവശ്യമായിട്ടുള്ള മകൻ്റെ ഈ ആവശ്യം കേട്ട് അവസാനം ആ പിതാവ് പറയുകയാണ്, ശരി, നമുക്ക് വിൽക്കാം. അതിനു മുമ്പ് നീ ഇതിന് എത്ര വില കിട്ടുമെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇത് കേട്ട് ഈ മകൻ വളരെ സന്തോഷത്തോടെ ഒരു കാർ ഡീലറിനെ സമീപിക്കുകയാണ്. അദ്ദേഹം വന്ന് കാറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വളരെ പഴയൊരു മോഡൽ വണ്ടിയല്ലേ, ഇതിന് കൂടി പോയാൽ ഒരു $1000, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ്. പിന്നീട് ഈ മകൻ പിതാവിനോട് ഇത് അറിയിക്കുമ്പോൾ പിതാവ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുന്ന ആക്രിക്കടക്കാരൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിച്ച് നോക്ക്, എത്ര കിട്ടും, പഴയ കാറല്ലേ. അങ്ങനെ ഈ മകൻ ആക്രിക്കടക്കാരൻ്റെ അടുത്തെത്തി. ആക്രിക്കടക്കാരൻ വന്ന് കാറൊക്കെ നോക്കുവാണ്. പരിശോധിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് വളരെ പഴയൊരു കാറാണ്, ഇതിൽ കൂടിപ്പോയൊരു $500-600 കൂടുതൽ തരാൻ കഴിയത്തില്ല. ഇത് കേട്ടി മകൻ വീണ്ടും ഇവന്റെ പപ്പായോട് എന്ന് പറയാണ്, പപ്പ, ഇങ്ങനെയാണ് ആക്രി കച്ചവടക്കാരനും പറഞ്ഞിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ പപ്പ പറയുവാണ്, നീ ഒരു കാര്യം ചെയ്യ, നീ എന്നാൽ ഈ ഒരു കാറിന് എത്ര വില കിട്ടുമെന്ന് പുരാവസ്തുക്കൾ വിൽക്കുന്ന ആ കടയിൽ കൂടി കാറിന് എത്ര വില വരും നിങ്ങൾ എന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറയുകയാണ്. അങ്ങനെ ഈ മകൻ ഈ അച്ഛൻ്റെ വാക്കും കേട്ട് പുരാവസ്തുക്കൾ വിൽക്കുന്ന കടയിൽ ചെന്നു. കടയുടമയും കൂട്ടി വീട്ടിലേക്ക് വന്ന് കാറ് കാണിക്കുകയാണ്. കാറ് കണ്ടയുടൻ വളരെ അത്ഭുതത്തോടും വളരെ സന്തോഷത്തോടും കൂടെ ഈ ഒരു കടക്കാരൻ ഈ മോനോട് പറയാണ്, സർപ്രൈസ്, ഈ കാർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വരാഞ്ഞത്? എത്രയോ വിലയേറിയ ഒരു കാറാണെന്ന് അറിയാവോ? വളരെ റെയർ ആയിട്ടുള്ള ഒരു കാറാണിത്. ഇത് മറ്റാർക്കും നിങ്ങൾ കൊടുക്കരുത്. അഡ്വാൻസ് എന്ന പോലെ അവരൊരു $10,000 അപ്പം തന്നെ എടുത്ത് ഈ മകന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ മകൻ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. തന്റെ പിതാവിനോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഈ ഒരു കഥയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും ഇത്രയേ ഉള്ളൂ. ഒന്നിനും കൊള്ളാത്തതായിട്ടൊരു മൂലയിലാണ് നമ്മുടെ ജീവിതം ഇന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിലയില്ലെന്നല്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങളായിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമാണ് മോശം. അതിന് കാരണം നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിയാത്തതോ മനസ്സിലാക്കാത്തതോ സപ്പോർട്ട് ചെയ്യാത്തതോ ഒന്നുമല്ല. നമ്മളെപ്പോഴും പറയും, എന്നെ ആരും തിരിച്ചറിയുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ നമ്മളെ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ സ്പോർട്സിൽ ഒന്നാമനായിരിക്കാം, കൂട്ടുകാരിക്ക് നന്നായിട്ട് റീൽസ് എടുക്കാൻ പറ്റിയെന്ന് വരും, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് വരും, ഡാൻസ് കളിക്കാൻ പറ്റിയെന്ന് വരും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ദൈവം തന്നിരിക്കുന്നത്. അവരനെ കോപ്പി ചെയ്യാൻ നടക്കുമ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മളുടെ ടാലൻ്റാണ്. മറ്റൊരാളെ പോലെ ആകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ എന്താണോ അതിൽ സന്തോഷിക്കുക. നമ്മൾ പോലും ചിലപ്പോൾ അധികം വില കൊടുക്കാത്ത, അധികം ഗൗനിക്കാത്ത ഒരു കഴിവ്, ഒരു സ്കില്ല് നമുക്കുണ്ടാവും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായിരിക്കും, അതിന് വലിയ വില കാണില്ല. മറ്റുള്ളവർ അംഗീകരിക്കാനല്ല നോക്കി നിൽക്കേണ്ടത്. നീ ചെയ്യേണ്ടത് നിന്റെ കഴിവ് എന്താണോ അത് കണ്ടെത്തി വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നിനക്ക് നിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്, നിനക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ഇറങ്ങുക. നീ നിന്റെ ഒരു കഴിവിൽ നീ ആദ്യം കോൺഫിഡൻ്റ് ആകുക, നിന്നെ നീ സപ്പോർട്ട് ചെയ്യുക, ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുക. പിന്നീട് ഈ പുറകിൽ നിന്ന് കുറ്റം പറഞ്ഞവരും നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കിയവർ പോലും നാളെ കൈയടിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്യാനും അഭിനന്ദിക്കുവാനും മുമ്പോട്ട് വരുന്നൊരു കാഴ്ച നിനക്ക് കാണാൻ സാധിക്കും. മീനിനോട് അയ്യേ നിനക്ക് മരം കയറാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ കാക്കയോട് നിനക്ക് നീന്താൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞാലോ? ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കഴിവുകളുണ്ട്. മറ്റുള്ളവരുടെ കഴിവിലും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയിലും അവരെ പോലെ ആകാനും ഒക്കെ നമ്മൾ നോക്കിയിരുന്നാൽ നമ്മൾ എന്താണോ അത് അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്യാതെ നിന്നെ വിശ്വസിച്ച് നീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, നിന്നെ ശരിയായ സ്ഥലത്ത് നീ പ്ലേസ് ചെയ്യാൻ തുടങ്ങിയാൽ നിൻ്റെ ജീവിതത്തിന് മൂവ്മെൻ്റ് ഉണ്ടാവാൻ തുടങ്ങും. ഒരു കാർ ഡീലർ 1000 പറയുകയും പിന്നീട് ഒരു ആക്രിക്കാരൻ $600 പറയുകയും എന്നാൽ ശരിയായ സ്ഥലത്ത് അതിൻ്റെ വാല്യൂ മൂല്യവും മാറിയ ഈ ഒരു കഥ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ശരിയായ കഴിവുകൾ കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ജീവിതത്തിൽ ഇന്നവർ അനുഭവിക്കാത്ത ഒരു സന്തോഷം നിങ്ങളെ തേടി വരുന്നത് കാണാം. നിങ്ങളെ ആദ്യം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണോ ഉള്ളത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിയായ സ്ഥലത്ത് നമ്മളെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർ പറയുന്നതോ അവരിടുന്നതോ അല്ല നമ്മുടെ വില. ആദ്യം നമ്മുടെ വില അത് നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതം.